നമ്മുടെ ബ്യൂട്ടി സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ലാക്മേ അക്കാഡമിയിലെ ഷാലു മാം ആണ്. മാം നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാം എന്താണ് കാണിക്കാൻ പോകുന്നത്? ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് കൊളാജൻ മാസ്ക് ആണ്. കൊളാജൻ മാസ്ക് ആണ്. അപ്പോൾ ഈ കൊളാജൻ മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആക്ച്വലി ഇത് നമ്മളൊരു പ്രീ മെച്യൂർ സ്കിൻ ഇല്ലെങ്കിൽ നല്ല ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊളാജൻ ഒക്കെ ഒന്ന് ഡിമിനിഷ് ആയി ഇരിക്കുന്ന സ്കിന്നിന് കുറച്ചും കൂടി അത് എൻഹാൻസ് ചെയ്ത് കുറച്ചും കൂടി ഒരു എലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ട്, ഒരു ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ട്, നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ പാർലറുകളിലും കാണുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണോ? അങ്ങനെ മോസ്റ്റ്ലി എല്ലാം ലോക്കൽ പാർലേഴ്സിലൊന്നും കാണില്ല. ഇത്രയും ഒരു ഹൈ എൻഡിൽ വരുന്ന പാർലേഴ്സിലാണ് ഇത് നമ്മൾ കാണുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റെപ്സിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം സ്കിന്നെ എന്താണ്, ഏത് സ്കിന്നാണെന്ന് നോക്കിയിട്ട് അത് അനലൈസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇപ്പോൾ ഈ കാണുന്ന സ്കിൻ എന്ന് പറഞ്ഞാൽ അത്ര ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ബേസ്ഡ് സ്കിന്നാണ്. അപ്പം ഇന്ന് നമ്മൾ ക്ലെൻസ് ചെയ്ത് അതിനെ ടോൺ ചെയ്ത് അതിന് ശേഷമാണ് പ്രൊസീജിയറിലോട്ട് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ക്ലെൻസിങ്ങിന് ലാക്മിയുടെ തന്നെ ക്ലെൻസർ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ സ്കിൻ ഇപ്പോൾ നോർമൽ സ്കിൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ എങ്ങനെയാണ്? ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മിൽക്ക്, അതായത് ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ക്ലെൻസേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഒരു എന്താ പറയുക, നല്ല ഓയിലി ആയിട്ടുള്ള ഒരു സ്കിൻ ആണെങ്കിൽ നമ്മൾ ജെൽ ബേസ്ഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മളിത് ക്ലെൻസ് ചെയ്തു. അടുത്ത നമ്മൾ ചെയ്യുന്ന ടോണിങ് ആണ്. അതായത് ഒബ്വിയസ്ലി ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ്റെ പോർസ് എല്ലാം ഓപ്പൺ ആകും. അപ്പം അതിനെ ഒന്ന് നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ടാണ് ടോണേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോണേഴ്സും ഓയിലി സ്കിൻ ആയിട്ടുള്ളവർക്കും ഡ്രൈ തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഒരു ആസ്ട്രജൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു ടോണേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നോർമൽ ആയതുകൊണ്ട് ഒരു ഫ്ലവർ ബേസ്ഡ് ആയിട്ടുള്ള ടോണറാണ് എടുത്തിരിക്കുന്നത്. ഇതിനുശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്ന സ്ക്രബിംഗ് ആണ്. അതായത് ഡെഡ് സെൽസിനെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ക്രബിംഗ് ആണ്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലേ? നോട്ട് ദാറ്റ് മച്ച് മസാജിങ്. നമ്മൾ ആക്ച്വലി മസാജിങ് ക്രീം വെച്ച് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ഗ്രാന്യൂൾസ് ഫോം ആയതുകൊണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ മൂവ്മെന്റ് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ മസാജ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് സ്ക്രാച്ച് വീഴാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ അത്രയും കുറച്ചും കൂടി ലെസ് ഗ്രാനുലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എടുക്കുന്നത്. ഈ കൊളാജൻ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെയിലത്തോട്ടിറങ്ങാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൂൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതിപ്പം ഏത് നമ്മൾ എന്ത് സ്കിന്നിൽ ചെയ്തിരുന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് ഫോർ 24 hours നമ്മൾ നല്ല കെയർ കൊടുക്കണം. ബിക്കോസ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന അപ്പോൾ നമ്മുടെ സ്കിൻ അത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സൺ എക്സ്പോഷർ നടത്തുമ്പോൾ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നേക്കാട്ടിലും കൂടുതൽ ടാൻ ആവാൻ ചാൻസ് കൂടുതലാണ്. 24 hours സൺലൈറ്റ് എക്സ്പോഷർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്ഫോളിയേഷൻ ആണ്, അതായത് സ്റ്റീമിംഗ് ആണ്. അതായത് നമ്മുടെ ഡെഡ് സെൽസിനെ എല്ലാം ഒന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റീം കൊടുക്കുകയാണ്. സ്റ്റീം ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഐസ് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ ഐസിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി തിൻ. സോ അപ്പം ആ ഒരു ഹോട്ട്നെസ് ഇതിലോട്ട് കൊള്ളുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സ്ട്രെയിൻ എടുക്കും. സ്കിൻ കുറച്ചും കൂടി ഡാമേജ് ആവാൻ ചാൻസസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഐലിഡ് ഒന്ന് കവർ ചെയ്തിട്ട് എപ്പോഴും സ്റ്റീം കൊടുക്കുന്നത്. എത്ര നേരം നമ്മൾ ഈ സ്റ്റീം കൊടുക്കണമായിരിക്കും? നമ്മൾ ഒരു 1 minute 1 to 5 minutes നമുക്ക് കൊടുക്കാം. അത് സ്കിന്ന് നോക്കിയിട്ട്. ഇപ്പം ഇറ്റ് ഈസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ടൈം നമ്മൾ കൊടുക്കണം. എന്നാലും മാക്സിമം കുറച്ച് കൊടുക്കുന്നത് നല്ലത്. കാരണം സ്റ്റീമെന്ന് ഹോട്ട് സ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടി സ്കിൻ ഡ്രൈ ആക്കും. അതായത് ഓയിലിനെ എല്ലാം ഒന്ന് സക്ക് ഔട്ട് ചെയ്യുന്നൊരു ഇതും കൂടിയാണ്. നമുക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യാം. എക്സ്ട്രാക്ഷൻ നോർമലി
പാർലേഴ്സിൽ ചെയ്യുന്നത് എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന ഒരു അയണിൻ്റെ ഒരു സ്റ്റീൽ ഇതുണ്ട്, അത് വെച്ചാൽ ചെയ്യുന്ന. ബട്ട് ഇൻ ലാക്മി വി യൂസ് ഓൺലി കോട്ടൺ ടിഷ്യൂസ്. അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ? അങ്ങനെയല്ല, കാരണം എക്സ്ട്രാക്ടർ വെക്കുമ്പോൾ ചിലപ്പം സ്കിൻ കുറച്ചും കൂടി ഒന്ന് പ്രഷറൈസ്ഡ് ആയിട്ട് ഡാമേജ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം ലാക്മിയിൽ ഇപ്പോൾ ഇവിടെ നിന്നല്ല സലൂൺസിലായിരുന്നിരുന്നാലും നമ്മൾ മോസ്റ്റ്ലി കംപ്രഷൻ ഹോട്ട് കൊടുത്തിട്ട് നമ്മളെപ്പോഴും ടിഷ്യൂ വെച്ച് എക്സ്ട്രാക്ഷൻ ചെയ്യാൻ നോക്കും. സാധാ ടിഷ്യൂ തന്നെയല്ലേ ഇത്? നോർമൽ ടിഷ്യൂ. ഇപ്പം നമ്മൾ കോംഡോൺസ് എല്ലാം റിമൂവ് ചെയ്തു. അപ്പം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ടോൺ ചെയ്യും. അപ്പം എന്ന് വെച്ചാൽ ഇത് പോർസ് എല്ലാം ഓപ്പൺ ആയി. അപ്പം നമ്മൾ ഇത് ഇനി ചെയ്യുന്നത് ആസ്ട്രജൻ വെച്ചാണ് നമ്മൾ പോർസിനെല്ലാം ഒന്ന് ഡിമിനിഷ് ചെയ്യുന്നത്. നമ്മളിപ്പം ആസ്ട്രജൻ വെച്ച് ഇത് ചെയ്തു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് കോൾഡ് കംപ്രഷൻ ആണ്. അതായത് നമ്മൾ സ്റ്റീം കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ ഒരു ചൂട് ഫീൽ ചെയ്യും. എക്സ്ട്രാക്ഷനും കൂടി കഴിയുമ്പം അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും അതിനുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ടാണ് നമ്മൾ കോൾഡ് കൊടുക്കുന്നത്. അവർക്കൊരു സ്കിൻ സൂതൻ ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. കൊളാജൻ മാസ്ക് ഇടാൻ പോവാണ്. അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഈ പ്രൊസീജിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കൊളാജൻ മാസ്ക്. അപ്പം നമുക്ക് ആദ്യം അതിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊളാജൻ മാസ്ക്. ഇത് നമ്മൾ ഫേസിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ടൈം അതിന് കൊടുത്തതിന് ശേഷം പിന്നെ റിമൂവ് ചെയ്തിട്ടാണ് വേറെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഒരു ഭയങ്കര ഒരു ജെൽ ഇതുള്ളതായിരിക്കും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ റിമൂവ് ചെയ്യാണ് അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളിപ്പം മാസ്ക് ഇട്ടു. അപ്പം അതിൻ്റെ സെറം ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഇനി മെഷീനറി ഇതിൽ അതിന് കുറച്ചും കൂടി ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് യൂസ് ചെയ്യും. നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പറ്റത്തില്ല. ഡയറക്റ്റ്ലി ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് ഇതാവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എടുത്ത ആ സെറം കുറച്ചും കൂടി സ്കിന്നിലോട്ട് പോവാൻ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ റിസൾട്ടും അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് മാം? അപ്പോൾ നമ്മൾ മെഷീനറി യൂസ് കഴിഞ്ഞു. അപ്പോൾ അതേ സെറമിൽ തന്നെ നമ്മൾ ലൈറ്റ്നിങ് ജെല്ല് ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യും. അപ്പോൾ അടുത്ത നമ്മൾ മസാജിങ് പ്രോസസ്സാണ് ചെയ്യുന്നത്. ലൈറ്റ്നിങ് ജെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൈറ്റ്നിങ് ജെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കൊളാജൻ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ്സ് ഓഫ് കോഴ്സ് ഫോർ ബ്രൈറ്റർ സ്കിന്നിന് വേണ്ടിയിട്ട്. അപ്പം ലൈറ്റ്നിങ് ജെല്ലും കൂടി അതിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു എൻഹാൻസ്ഡ് ആയിട്ട് ഇത് വെച്ചിട്ട് ഇനി മസാജിങ് ആണ് ചെയ്യുന്നത്. എത്ര മിനിറ്റ് വേണം? നമ്മൾ മസാജിങ് ആക്ച്വലി നമ്മൾ ഒരു 15 മിനിറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. 15 മിനിറ്റ്സ് ആണ് അല്ലേ? മസാജിങ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നെക്ക് ഷോൾഡർ മസാജും കൂടി അതിൽ ഇൻവോൾവ് ചെയ്യണം. ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ ഒബ്വിയസ്ലി നല്ല കൂടും, നറിഷ്നസ് കിട്ടും. പിന്നെ എല്ലായിടത്തും പോലെ ഫേസ് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫേസ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കാരണം നെക്കും കൂടി ആ ഒരു ഷെയ്ഡ് കിട്ടുമ്പോഴേ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് വരണ്ടാവും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്ക് ആപ്ലിക്കേഷൻ ആണ്. അത് മസാജിങ് കഴിഞ്ഞു. അപ്പം എക്സസ് ക്രീം ഉണ്ടെങ്കിൽ മാത്രം അത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക, ഇല്ലെങ്കിൽ അതിൽ തന്നെ പെനിട്രേറ്റ് ആയിക്കോളും പാക്ക് ഇട്ടിട്ട്. അപ്പം നമുക്ക് പാക്ക് ഇടാം.
ഇപ്പൊ എന്ത് പാക്കാണ് മാം അപ്ലൈ ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ലൈറ്റ്നിങ് പാക്കാണ്. അതൊരു ജെൽ ബേസ്ഡ് ആണ്. അപ്പം നമ്മൾ കൊളാജൻ ആവുമ്പം എല്ലാം ഫുൾ സ്ക്രബിങ് തൊട്ട് അല്ലെങ്കിൽ ക്ലെൻസിങ് മിൽക്ക് തൊട്ട് പാക്ക് വരെ എല്ലാം ഒരു ലൈറ്റ്നിങ് പ്രോസസ്സിൻ്റെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഐപാഡ് വെക്കുകയാണ്. ടിഷ്യൂ വെറ്റാക്കിയിട്ടാണോ വെച്ചത്? നമ്മൾ കോട്ടൺ ടിഷ്യൂ തന്നെ വെറ്റാക്കുന്ന ടോണർ ആഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനായിട്ടാണ്. കാരണം ആ ഒരു 15 മിനിറ്റ്സ് അവർ കിടക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി സ്കിൻ, അവരുടെ ആ ഒരു പുറമേ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമല്ല, ഒരു സൈക്കോളജിക്കലി റെസ്റ്റിംഗ് ആണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അവരുടെ സ്കിന്നിൽ ആ ഒരു സർക്കുലേഷൻ കൂടിയിട്ട് ആ ഒരു റിസൾട്ട് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് അത് കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ ടോണർ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും, ആ പോർസിനൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം സ്കിന്ന് ഒരിക്കലും നമ്മളൊരു ഹാർഡായിട്ട് ഒരിക്കലും നമ്മൾ അതിന് കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുന്നതാണ്. ഇപ്പം മസാജിങ് ആണെങ്കിലും ലൈറ്റ് പ്രഷേഴ്സ് ആയിരിക്കും. കാരണം അതൊരു ഫേഷ്യൽ എന്ന് പറയുന്നത് തന്നെ ഒരു റിലാക്സിങ് തെറാപ്പിയാണ്. പ്രഷർ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ടോണർ നമ്മൾ അപ്ലൈ ചെയ്തു. ഇതിനുശേഷം നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസറും SPF-ഉം കൂടി ഇട്ട് വേണം എപ്പോഴും ക്ലയൻറ്റിനെ വിടാനായിട്ട്. ഇതിപ്പം നമ്മുടെ ലാക്മിയുടെ തന്നെ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. SPF-ഉം മോയ്സ്ചറൈസറും കൂടി ചേർന്നിട്ട്. ഇതിപ്പോൾ SPF എത്ര കാണുമായിരിക്കും? ഇതിൽ നമ്മൾ നോർമലി 30 ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ഇല്ല? അല്ല, രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള കിട്ടും. പക്ഷെ ഇത് നമുക്ക് സാഷേ ഇതിൽ നമുക്ക് ഡയറക്ട്ലി അക്കാഡമീസും സലൂൺസിനും മാത്രമേ കിട്ടൂ. ഇതാണ് നമ്മുടെ എൻഡിങ് പ്രോസസ്സ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ അവരോട് ആഫ്റ്റർ കെയർ പറഞ്ഞു കൊടുക്കുക. ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ്? ആഫ്റ്റർ കെയർ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പം കൊളാജൻ മാസ്ക് ആയതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് ടാൻ അടിക്കാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു 24 hours വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ സൺ എക്സ്പോഷ്യർ ആയിട്ട് കൂടുതൽ ഉണ്ടാവാതിരിക്കുക. പിന്നെ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മളിപ്പം ഫേസിലാണെങ്കിൽ ഓൺലി യൂസ് ഫേസ് വാഷസ്, സോപ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. സോ അത് യൂസ് ചെയ്യുക. ഹോട്ട് വാട്ടേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സ്ക്രബിങ് 1 വീക്ക് വരെ അവോയ്ഡ് ചെയ്യുക. ഇത്രയൊക്കെയാണ് നമ്മൾ കൊളാജൻ മാസ്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുതിയൊരു ബ്യൂട്ടി ടിപ്പുമായി അടുത്ത ആഴ്ച വരുന്നവരേക്കും നന്ദി, നമസ്കാരം.